തിരുവനന്തപുരം നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയത് ശിവകുട്ടി മേയറായിരുന്ന കാലഘട്ടത്തിലുള്ളതാണ് മേയറുടെ ഇപ്പോഴത്തെ മേയറെ എന്റെ പ്രസ്താവന. അതാണ് ഇന്ന് 10 വിളിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ശരിയാവും. തിരുവനന്തപുരത്തെ ബഹുമാന്യനായ മേയർ ശ്രീ DD രാജേഷ് വെള്ളപ്പശാല പദ്ധതിക്കകത്ത് തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരമാക്കിയത് ജി ശിവകുട്ടിയുടെ നേതൃത്വത്തിലാണെന്ന് പ്രസ്താവിച്ചത് കണ്ടു. വെള്ളപ്പിശാല മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ചരിത്രം ഞാൻ പറയാം. 1995 ഞാൻ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റെടുത്തു. അന്ന് VV രാജേഷ് അടക്കമുള്ള യുവാക്കൾ ഏറ്റെടുത്ത മുദ്രാവാക്യമായിരുന്നു ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി. അത് കൂട്ടുകാരൻ കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുകയാണ്. അതുകൊണ്ട് വന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. അത് കൊണ്ടുവന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. ആ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുമ്പോൾ 400 ടൺ മാലിന്യമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കെട്ടിക്കിടന്നത്. വികേന്ദ്രീകരിച്ചോ ഈ മാലിന്യം നിഷേധിക്കാനോ നീക്കം ചെയ്യാനോ നശിപ്പിക്കാനോ ആകാത്ത സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അന്ന് UDF ആയിരുന്നു കേരളം ഭരിച്ചത്. അക്കാലത്ത് വെള്ളപ്പിശാലയിൽ തിരുവനന്തപുരം നഗരസഭ 12.5 ഏക്കർ ഭൂമി കണ്ടെത്തി മാലിന്യ സംസ്കരണ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ അക്കോടി കിട്ടുന്ന സ്ഥലമായിരുന്നു ഞാൻ മേയറായി വരുന്നത്. ഇതിനായി ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന പ്രോഗ്രാം 6 മാസ കാലത്തേക്ക് പ്രോജക്ട് നടപ്പാക്കി. ഇവിടെ ഇരിക്കുന്ന പഴയ പത്രപ്രവർത്തനങ്ങൾക്ക് അറിയാം. ജനങ്ങളായി അണിനിരത്തുന്ന ഈ പദ്ധതിയിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ അണിനിരന്ന് ഓടകൾ അടക്കമുള്ള വൃത്തിയാക്കി. ഈ ജനകീയ പദ്ധതിക്ക് പിന്നാലെ വെള്ളപ്പിശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറി. നിയമാനുസരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഓപ്ഷൻ ഗ്രൂപ്പിന് ഫാക്ടറി തുടങ്ങാനുള്ള അനുമതി നൽകി. ജനങ്ങൾ ആശങ്ക ദൂരീകരിക്കുവാൻ ആന്ധ്രാപ്രദേശിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം സന്ദർശിച്ച് തൃപ്തി രേഖപ്പെടുത്തി. എല്ലാവരെയും കൊണ്ടുപോയി ആന്ധ്രയിൽ. അവിടുത്തെ പഞ്ചായത്തിന്റെ ഭാരവാഹികളെ കൊണ്ടുപോയി, അവിടുത്തെ MLA കൊണ്ടുപോയി, അവിടുത്തെ MP കൊണ്ടുപോയി, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അന്നത്തെ കൗൺസിലിലുള്ള എല്ലാ പാർട്ടി നേതാക്കന്മാരെ കൊണ്ടുപോയി. എല്ലാവരും ട്രെയിൻ പിടിച്ച് ഒരു ബോഗി ബുക്ക് ചെയ്തു എല്ലാവരെയും ആന്ധ്രയെ കൊണ്ടുപോയി അവിടുത്തെ ഇതേ സെയിം ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന പ്ലാന്റ് കാണിച്ചു. ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മാതൃകയിലായിരുന്നു പദ്ധതി. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി കോർപ്പറേഷനെ പോയി. കെട്ടിക്കിടക്കുന്ന 400 ടൺ മാലിന്യം വളമാക്കാനുള്ള പദ്ധതി അതൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ ജൈവവളമാക്കാനായിരുന്നു പദ്ധതി. പിന്നീട് എന്റെ മേയർ കാലാവധിക്ക് ശേഷം പ്രൊഫസർ ജയചന്ദ്ര, ശ്രീ ജയൻ ബാബു, ശ്രീമതി ചന്ദ്ര എന്നിവർ നേതൃത്വം നൽകിയ നഗരസഭാ ഭരണസമിതി വിജയകരമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. 15 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിലെ ഒരു തദ്ദേശഭരണ സ്ഥാപനം ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ ഉമ്മൻചാണ്ടി വെള്ളപ്പിശാല പാർട്ടി കൂട്ടിക്കൊന്ന് പ്രഖ്യാപിച്ചു. വെള്ളപ്പിശാല ഒന്ന് പ്രഖ്യാപിച്ചു. ഇതിനായി പ്രാദേശിക തലത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിന് BJP ശക്തമായ പിന്തുണ നൽകി. അതാണ് ഇപ്പോഴത്തെ പറയുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഫാക്ടറി തന്നെ പൂട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന ഇടതുപക്ഷ സമിതികൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കുവാൻ വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നതും സുഗമമായി നടന്നു വന്ന പദ്ധതികൾ താളം തെറ്റുന്നു. VV രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത് ആരാണെന്ന് വ്യക്തമാണ്.